ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 56ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പോർഷൻ പറയുന്നു, ന്യായാധിപന്മാർ 10 മുതൽ 13 വരെയും ലൂക്കോസ് 12-ാം അധ്യായത്തിൽ നിന്നുമാണ് ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എല്ലാവരും വായിച്ച് റെഡി ആയിട്ടിരിക്കുകയായിരിക്കും എന്ന് കരുതുന്നു. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ന്യായാധിപന്റെ പിതാവിന്റെ പേരും ഒരു ദേശത്തിന്റെ പേരും ഒന്നാണ്, ഏത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ഒരു ന്യായാധിപന്റെ പിതാവിന്റെ പേരും ഒരു ദേശത്തിന്റെ പേരും ഒന്നാണ്, ഏത്? രണ്ടാമത്തെ ചോദ്യം, ഒരു വാക്യത്തിൽ ഒരക്ഷര വ്യത്യാസത്തിൽ കാണുന്ന 4 അക്ഷരമുള്ള 2 പദങ്ങൾ ഏതെല്ലാം? ഒരു വാക്യത്തിൽ ഒരു അക്ഷര വ്യത്യാസത്തിൽ കാണുന്ന 4 അക്ഷരമുള്ള 2 പദങ്ങൾ ഏതെല്ലാം? മൂന്നാമത്തെ ചോദ്യം, ഒരു പുരുഷന്റെ പേരിന്റെ ആദ്യത്തെ 2 അക്ഷരം ഒരേപോലുള്ള 2 ഹിന്ദി അക്കങ്ങളാണ്, എങ്കിൽ പുരുഷന്റെ പേരെന്ത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു പുരുഷന്റെ പേരിന്റെ ആദ്യത്തെ 2 അക്ഷരം ഒരേപോലുള്ള 2 ഹിന്ദി അക്കങ്ങളാണ്, എങ്കിൽ പുരുഷന്റെ പേരെന്ത്? നാലാമത്തെ ചോദ്യം, പുതിയ നിയമ പാഠഭാഗത്ത് ഭരണാധികാരികൾ കാര്യവിചാരം നടത്തുന്ന സ്ഥലത്തിന് പറയുന്ന ഒരു പദം എന്ത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. പുതിയ നിയമ പാഠഭാഗത്ത് ഭരണാധികാരികൾ കാര്യവിചാരം നടത്തുന്ന സ്ഥലത്തിന് പറയുന്ന ഒരു പദം എന്ത്? അഞ്ചാമത്തെ ചോദ്യം, യുദ്ധത്തിന് പോകുമ്പോൾ കൂടെ പോകുവാൻ ക്ഷണിക്കാത്തത് കൊണ്ട് ഒരു കൂട്ടർ ഒരു ന്യായാധിപനോട് പരാതി പറഞ്ഞിട്ടുണ്ട്. കൂട്ടർ ആര്? ന്യായാധിപന്റെ പേരെന്ത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. യുദ്ധത്തിന് പോകുമ്പോൾ കൂടെ പോകുവാൻ ക്ഷണിക്കാത്തത് കൊണ്ട് ഒരു കൂട്ടർ ഒരു ന്യായാധിപനോട് പരാതി പറഞ്ഞിട്ടുണ്ട്. കൂട്ടർ ആര്? ന്യായാധിപന്റെ പേരെന്ത്? അപ്പോൾ ഇതാണ് ഇന്നത്തെ 5 ചോദ്യങ്ങൾ. നിങ്ങൾ പോർഷൻ ഓൾറെഡി വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിൽ ഉത്തരം വന്നിട്ടുണ്ടാവും. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഉത്തരങ്ങളും അതോടൊപ്പം അതിൻ്റെ റെഫറൻസ് വാക്യവും കൂടെ ചേർത്ത് നിങ്ങൾ ആൻസേഴ്സ് അയച്ചോളൂ. ഇതിൻ്റെ ആൻസേഴ്സ് നമ്മൾ നാളെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഉത്തരങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. Till then, it's me, Angel, signing off. Bye and take care.